ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ വാഴകൾ അല്ലേ? കുറേ ഐറ്റംസ് ഉണ്ടാവുമല്ലോ. കുറെ ഇനങ്ങളുണ്ട്. ഗ്രാൻഡ് നൈൻ ഉണ്ട്, അതുപോലെ തന്നെ റെഡ് ബനാന, ചെങ്കദളി എന്ന് പറയുന്ന ഇനുണ്ട്, പിന്നെ നമ്മുടെ റോബസ്റ്റ് ഉണ്ട്, നേന്ത്രൻ ഉണ്ട്. വെറൈറ്റികളാണ് ഇത്. നമ്മള് ടിഷ്യൂ കൾച്ചർ തൈകൾ, ചെറിയ തൈകൾ, എക്സ്പ്ലാന്റ്സ് എന്നാണ് അതിന് പറയാ, എക്സഗർ പ്ലാന്റ്സ് എന്നാണ് പറയാ. അത് നമ്മള് നമ്മുടെ കൃഷി വകുപ്പിന്റെ തന്നെ കഴക്കൂട്ടത്തുള്ള ഒരു സ്ഥാപനമുണ്ട് തിരുവനന്തപുരം. അവിടെ നമ്മൾ ചെറിയ തൈകൾ കൊണ്ടുവരും, വളരെ ചെറുത്. അതിനെ നമ്മൾ ഇവിടെ നിന്ന് വളർത്തി വലുതാക്കി എടുത്തിട്ട് നമ്മൾ കൃഷിഭവനിലൂടെയും ഇതിലൂടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ് ചെയ്യുക. അതിന് വേണ്ടിയിട്ടുള്ള ഇതാണ്. നമ്മളിപ്പോൾ 15,000 എണ്ണം ഉണ്ട് ഇതിന്റെ ഉള്ളിലുണ്ട്, ഇപ്പൊ നിലവിലുണ്ട്. നമ്മളൊരു കൊല്ലം 50,000 1 ലക്ഷം വരെ ചെയ്യാറുണ്ട്. നല്ല രസം കേട്ടോ. ഇതിന് ഒരു വാഴയ്ക്ക് ഇപ്പോൾ നമ്മൾ ഒരു കർഷകൻ കൊണ്ടുപോയി നട്ടു നിൽക്കുക, അതിന് എത്ര കൊല്ലം അല്ല എത്ര മാസം അല്ല എത്ര ദിവസം കഴിഞ്ഞാലാണ് ഇത് വിളവെടുപ്പിന് സമയമാവുക? ശരിക്കും ഓരോ ഇനങ്ങളും വേറെ രീതിയിലാണ്. നേന്ത്രവാഴ ആയിക്കോട്ടെ, നേന്ത്രവാഴ ആകുമ്പോൾ നമുക്ക് ഒരു 12 മാസം, 10 മുതൽ 12 മാസത്തിന്റെ ഉള്ളിൽ വിളവെടുക്കാൻ പറ്റും. ഒരു സാധാരണ നേന്ത്രനാണെങ്കിൽ നമുക്കൊരു 9-ാം മാസം. ഇതിന് പ്രത്യേകത എന്തായിരിക്കും? ഇതിന്റെ തൂക്കം കൂടും അങ്ങനെ എന്തെങ്കിലും? ഇത് കൃഷി ചെയ്യുമ്പോഴുള്ള ഗുണം എന്താ വെച്ച് കഴിഞ്ഞാല്, നമ്മൾ വാഴയിൽ ഏറ്റവും വലിയ വിഷയം വരുന്നതാണ് പല സമയത്തായിട്ടാണ് ഹാർവെസ്റ്റ് വരിക. അതായത് നമ്മൾ കന്ന് വെച്ച് കഴിഞ്ഞാൽ പല സമയത്താണ് ഹാർവെസ്റ്റ് വരിക. ഇതിപ്പോ നമുക്ക് നോക്കിയാൽ അറിയാം, എല്ലാം ഒരേ പ്രായമുള്ള തൈകളാണ്. അപ്പോൾ ടിഷ്യൂ കൾച്ചർ വെക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ കായകളും ഒറ്റ സമയം കൊണ്ട് തന്നെ വിളവെടുക്കാൻ കഴിയും. അതാണ് ഇതിൽ ഏറ്റവും വലിയ. എല്ലാ ചെടികളും ഒരേ പ്രായമാണ്, ഒരേ പ്രായത്ത് കായ്ക്കും, ഒരേ പ്രായത്ത് വിളയും. കഴിയുമ്പോഴത്തേനും മൊത്തം ഇവിടെ ഫോട്ടോഷൂട്ടിന്റെ തിരക്കായിരിക്കും. അതിന് പറ്റിയ സ്ഥലമാണ്. ഇപ്പൊ ചുറ്റും ചെണ്ടുമല്ലി വിരിഞ്ഞു വരും. സെൻട്രൽ അമ്പലക്കുളമാണ്. ഇത് ഓണക്കാലത്ത് പൂക്കാത്ത തൈ, അതിനനുസരിച്ച് തൈ നമ്മൾ ചെയ്താൽ നമുക്ക് ഓണത്തിന് ഇത് കിട്ടിയിട്ട് കാര്യമില്ല. ഇവിടെ മാർക്കറ്റ് ചെയ്യാനും പറ്റില്ല. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഓണം കഴിഞ്ഞാണ് നമ്മുടെ സീസൺ വരിക, ഇഷ്ടംപോലെ ആൾക്കാർ വരിക. ഹാറ്റ് എന്ന് പറഞ്ഞ ഒരു ബൊഗൈൻവില്ലയാണിത്. എല്ലായിടത്തും കാണില്ല. ഇതിന്റെ റെഡും യെല്ലോ ഉണ്ട്. നമുക്ക് കുറെ കാലം പൂവ് നിൽക്കും, ഒരുപാട് കാലം. ബൊഗൈൻവില്ല സാധാരണ ഒരുപാട് കാലം നിൽക്കും, അതിനെക്കാട്ടും കൂടുതൽ നിൽക്കുന്നതാണത് ബൊഗൈൻവില്ല തോന്നാനല്ലേ. ശരിക്കും ചൈനീസ് ഹാറ്റ് എന്ന് പറയണേ ചൈനക്കാരുടെ തൊപ്പി എന്നുള്ള രീതിയിൽ അതേപോലെ ഉണ്ടാവും അതിന്റെ പൂവ്. അടുത്തുനിന്നുള്ള വേണമെങ്കിൽ ഇവരുടെ ഐഡിയ എന്ന് പറയണത്, നീരൊഴുക്കിന്റെ സൈഡിൽ കൂടെ കംപ്ലീറ്റ് മുള വച്ചാൽ അപ്പോൾ മണ്ണിടിച്ചിലുണ്ടാവില്ല. കല്ല് കെട്ടി സംരക്ഷിക്കുക കാരണം മണ്ണിടിച്ചിലുണ്ടാവാൻ സാധ്യതയുണ്ട്. മുളകളുടെ വേര് നല്ല ആഴത്തിലിറങ്ങുന്നത് കൊണ്ട് തന്നെ എല്ലാ സൈഡിലും മുളയാണ് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. അത്തിമരാണ് കേട്ടത്. മണ്ട വെട്ടിയിട്ട് ചെറിയ ചെടിയാക്കി നിർത്തിക്കുന്നു. ഓർക്കിഡ് തയ്യാറാക്കുന്നതും നട്ടു വളർത്തിയുമായിട്ടുള്ളൊരു ഷെഡാണ്. അപ്പോൾ നോക്കാം. ഇത് തൈകൾ വിൽക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ സെയിൽസ് കൗണ്ടറാണ്. എല്ലാ തൈകളും നമുക്ക് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഇവിടെ. നമുക്ക് ഇങ്ങനെ ചുറ്റി പോയിട്ട് നമുക്ക് സൂപ്പർ മാർക്കറ്റ് മാതൃകയിലാണ് വെച്ചിട്ടുള്ളത്, റെഡിയാക്കിയിട്ടുള്ളത് അല്ലേ? ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാവുന്ന രീതിയിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. നടുവിലുള്ള ഡിസ്പ്ലേക്ക് വേണ്ടി വെച്ചിട്ടുള്ളതും സൈഡിലുള്ളത് വിൽപ്പനയ്ക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. എല്ലാ ഐറ്റംസും ഉണ്ട്. വില എഴുതി ബോർഡോടുകൂടി ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളതാണ്. നമുക്കൊരു ഞങ്ങൾ അങ്ങനെ രീതിയില്ല, സൂപ്പർ മാർക്കറ്റ് മാതൃകയിൽ നമുക്ക് വേണ്ടത് തിരഞ്ഞെടുക്കാം എന്നുള്ള രീതിയിൽ. ഇത് നമ്മുടെ അനാറാണത്. ഇത് നമ്മൾ പ്രകൃതി സൗഹൃദമായിട്ട് ചെയ്യുന്നൊരു സംഭവമാണ്. അതിലെന്താണാവുക? ഇതല്ല എനിക്ക് തൈകളുടെ ഒരു സൂപ്പർ മാർക്കറ്റ്. ഇത് നമ്മുടെ നേരത്തെ കണ്ട ബ്രസീലിയൻ ചെറിയ തൈയാണ്. ഇത് ജിഫി എന്ന് പറഞ്ഞ പ്രത്യേക തരം പോട്ടാണ്. നമുക്ക് ഇങ്ങനെ കൊണ്ടുപോകാതെ നേരെ വെക്കാം. അതെല്ലേ? ഇത് ഡീഗ്രേഡബിൾ ആണ്. ഇത് ഏകദേശം ഇപ്പൊ തന്നെ ഡീഗ്രേഡ് ചെയ്ത് തുടങ്ങി. നമുക്ക് നേരെ കൊണ്ടുപോയി നടാൻ പറ്റും. ഇതിന്റെ വേരിനൊരു കുഴപ്പമുണ്ടാവില്ല. നമ്മൾ മറ്റേത് കവറിന്നൊക്കെ ഇടുമ്പോൾ മണ്ണ് ലൂസായി കഴിഞ്ഞാൽ ചെടി എസ്റ്റാബ്ലിഷ്മെന്റ് ബാധിക്കും. അങ്ങനെ സംഭവിക്കില്ല. ഇങ്ങനെ കൊണ്ടുപോയി വെച്ച് ചെടി പോലും അറിയില്ല ഞാൻ സ്ഥലം മാറിയെന്ന്.
ഇത് ചെടി സ്ഥലം മാറി കഴിഞ്ഞാൽ ട്രാൻസ്പ്ലാന്റിംഗ് ഷോക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. അതെ അതെ അതെ, മാറ്റി നട്ട് കഴിഞ്ഞാൽ അത് സംഭവിക്കൂല. സംഭവിക്കും. ഇത് ഈ ചെടിക്കും മനസ്സിലാവില്ല ഞാൻ സ്ഥലം മാറിയിട്ടുണ്ട്, കാരണം ചെടിയുടെ ഒരു വ്യത്യാസം വരുന്നില്ല. എല്ലാ സംഭവങ്ങളും വേരൊന്നും പൊട്ടാതെ തന്നെ നമുക്ക് അവിടെ കൊണ്ടുപോയി വെക്കാൻ പറ്റും. പ്രകൃതി സൗഹൃദം. നമുക്കറിയാം പരിസ്ഥിതി എന്ന് പറഞ്ഞിട്ട് നമ്മള് കുറെ ചെടികൾ നടും, അതിന്റെ ഒപ്പം തന്നെ പ്ലാസ്റ്റിക് ഇട്ടുണ്ടാവും. അടുത്ത പ്രാവശ്യം അവിടെ തന്നെ നമ്മൾ കുഴിയെടുക്കുക, അപ്പൊ ആ പ്ലാസ്റ്റിക് അവിടെ തന്നെ ഉണ്ടാവും, ചെടി പോയിട്ടുണ്ടാവും. അപ്പൊ ഇത് അതിനുള്ള ഒരു ആൾട്ടർനേറ്റീവ് മാതൃക എന്നുള്ള രീതിയിൽ പ്ലാസ്റ്റിക് ഒന്നുമില്ല. നമുക്ക് ചെടിക്ക് കൊടുത്തുള്ള പ്രോട്ടീനും കാര്യങ്ങളൊക്കെ അതിനകത്ത് തന്നെ ഉണ്ട്. വലിയ തൈയാവുന്നതാണ്. ഇത് കണ്ടില്ല, ഇത്രയും വലിയ തൈയായിട്ട് പോലും ഇതിനൊരു കുഴപ്പവും വന്നിട്ടില്ല. ഇത്രയും വലിയ തൈയായിട്ട് പോലും ഇത്രയും. അപ്പൊ നമ്മള് പരീക്ഷണാടിസ്ഥാനത്തിൽ എത്ര കാലം നിൽക്കും നോക്കി. അപ്പൊ ഇത് ഒരു 5-8 മാസമായിട്ടും നല്ല വൃത്തിക്ക് നിൽക്കുന്നുണ്ട്. ഗ്ലാഡിയോലസ് പൂച്ചെടിയാണ്. പൂച്ചെടി നമ്മളവിടെ കണ്ട ഡാൻസിംഗ് ഗേള്. ഇത് ഡാൻസിംഗ് ഗേളിന്റെ തൈകളാണ്. ഇതാണ് ഡാൻസിംഗ് ഗേളിന്റെ തൈകൾ കേട്ടോ. ഡാൻസിംഗ് ഗേളിന്റെ തൈന് എന്താ വില? ഇത് 350 രൂപയാണ് വില. 350 രൂപയാണ് കേട്ടോ ഡാൻസിംഗ് ഗേളിന്റെ തൈ. അത്യാവശ്യം പൂവ് തുടങ്ങിയതുണ്ട് ഇവിടെ. പൂവ് എനിക്ക് നല്ല ഇഷ്ടമായി. പല ഇനം ചെമ്പരത്തികളാണ്. കളർ അനുസരിച്ച് നമുക്ക് ബൾക്കായിട്ട് വേണ്ടവർക്ക് കളർ അനുസരിച്ച് നമ്മൾ കൊടുക്കും. നമ്മളങ്ങനെ പ്രൊഡക്ഷൻ സെന്റർ ഉണ്ട്, നമ്മൾ കളർ അനുസരിച്ച് ചെയ്യുന്നുണ്ട്. പേരത്തൈ, അത്യാവശ്യം എല്ലാവിധ ലൈഫ് ലോങ് ആയിട്ടുള്ള അലങ്കാര ചെടികളാണ് കൂടുതൽ അല്ലേ? അതാണ് കൂടുതൽ, അലങ്കാര ചെടികളാണ് കൂടുതൽ. തൈകൾ നമ്മൾ ഗ്രാഫ്റ്റിംഗ് ബഡിങ് ഒക്കെ കഴിഞ്ഞ് വരുന്നേ ഉള്ളൂ. അതെ അതെ. പാഷൻ ഫ്രൂട്ട്, ഓക്കെ. അതിൽ നമ്മൾ OVF എന്ന് എഴുതിയിട്ടുള്ളത് ഓറഞ്ച് വെജിറ്റബിൾ ഫാം. ഞാൻ നേരത്തെ പറഞ്ഞ ആ ചെടി കൊണ്ടാണ് ഇത് ജീവനുള്ള ചെടിയാണ്. ടില്ലാൻഷിയ കണ്ടാ ഉണങ്ങിയതാന്നേ തോന്നുള്ളൂ അല്ലേ? അങ്ങനെ തോന്നുള്ളൂ. ടില്ലാൻഷിയ ഗാർഡൻ എഴുതിയിട്ടുള്ളത് ഞങ്ങൾ അവകാശപ്പെടുന്ന ഏഷ്യയിലെ ആദ്യത്തെ ടില്ലാൻഷിയ ഗാർഡൻ എന്നുള്ള രീതിയിലാണ്. ആണല്ലേ? അവകാശപ്പെടുന്നതാണ്. നമുക്ക് നിങ്ങൾ ഓറഞ്ചിന്റെ ഒരു ഇത് കിട്ടിയില്ലല്ലോ, നല്ലൊരു ഓറഞ്ച് കായ്ച്ചു നിൽക്കുന്ന അവിടെ ഉണ്ട്. നമുക്ക് ഇത് ബബ്ലി മൂസ് ആണ്. അങ്ങനെ പോയിട്ടെ ഇനി ഇത് ഏർമാടത്തിൽ കയറണമെങ്കിൽ